ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇന്ന് 20-ാം തീയതി. അപ്പോൾ ഇന്ന് ആർക്കൊക്കെയാണ് ഞാൻ പാർസൽ അയച്ചു തന്നിട്ടുള്ളത്. കുറേ പേര് ചോദിക്കാറുണ്ട് ഇന്ന് അയച്ചോ എന്ന്. അപ്പോൾ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് അയക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കമ്പ്യൂട്ടറിലോട്ട് മാറ്റണം. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേരും അഡ്രസ്സും ഞാൻ ബുക്കിൽ സാധാരണ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ അതായത് ഇതുപോലെ ബുക്കിൽ എഴുതി വെക്കും. ഈ അഡ്രസ്സ് നിങ്ങൾക്ക് അതിന് മുകളിലുണ്ടാവും. എന്തൊക്കെയാണ് വേണ്ട ഐറ്റംസ് എന്നൊക്കെ ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുത്തിക്കുളിച്ച് എഴുതി വെക്കും എന്ന് പറയില്ല, അങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് അത് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കും. നിങ്ങൾ ഫോണിൽ ആ വാട്സപ്പ് നമ്പറിലോട്ട് നോക്കും. എന്നിട്ട് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ നോക്കാറുണ്ട്. ചിലതൊക്കെ എന്നാലും മിസ്സാവാറുണ്ട്, വേറെ കാര്യം. അപ്പോൾ അങ്ങനെ പാക്കാക്കിയതിന് ശേഷം എൻ്റെ പാക്കിങ് ശ്രദ്ധിച്ചവർക്കറിയാം. ഞാനൊന്ന് ബീഡ്സ് നമ്മൾ പാക്കറ്റായിട്ട് വെച്ചാൽ, അതായത് ഇപ്പോൾ കാണിച്ചു തരാനാണെങ്കിൽ ഞാനിപ്പോൾ എന്താ ഇതുപോലെ പാക്കറ്റാക്കി വെച്ചാൽ പിന്നെ ഞാൻ വേറൊരു പാക്കറ്റിലോട്ട് ബീഡ്സ് മാറ്റി വെക്കും. എന്നിട്ട് നല്ലോണം സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കും ചെയ്യും. കാരണം അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലൊക്കെ ഇത് പാർസൽ നിങ്ങളെ കയ്യിലെത്തുമ്പോഴത്തേന് ചിലപ്പോൾ പൊട്ടിപ്പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യും. അങ്ങനെയും ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഈ കവറിലോട്ട് മാറ്റുന്നത്. എന്നിട്ടും അതിൻ്റെ മുകളിലൂടെ നമ്മൾ ഇതുപോലത്തെ ടാപ്പ് വെച്ചിട്ട് നല്ലോണം ഏകദേശം ഫുള്ള് എന്ന് പറയും പോലെ തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടൈം എടുക്കുന്നുണ്ട്. നമുക്ക് ഒരാൾക്ക് പാക്ക് ചെയ്യാൻ തന്നെ ചിലപ്പോൾ ഒരു 500 രൂപയുടെ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ബീഡ്സൊക്കെ എടുത്തിട്ട് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എങ്ങനെയായാലും പിന്നെ പോസ്റ്റ് ഓഫീസുകാരുടെ ഈ സ്ലിപ്പും ഉണ്ടാവും. ഈ സ്ലിപ്പും വെച്ച് ഒട്ടിച്ചതിന് പോസ്റ്റ് വഴിയാണ് അയക്കുന്ന സ്ലിപ്പും വെച്ച് ഒട്ടിച്ചിട്ട് ഇപ്പം എൻ്റെ അടുത്ത് പാക്കറ്റൊന്നുമില്ല, ഒക്കെ ഡിസ്പാച്ച് ചെയ്തു. അതൊക്കെ ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഡിസ്പാച്ച് ചെയ്യുമ്പോഴത്തേനും, അതായത് ഒരാൾക്ക് പാക്ക് ചെയ്യുന്നു ഇപ്പോൾ ഒരു 500 രൂപയുടെ താഴെ ബീഡ്സാണ് എല്ലാം മിക്സ് ആക്കിയിട്ടൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ എന്തായാലും 40 മിനിറ്റ് അരമണിക്കൂറിൽ കൂടുതൽ വരുന്നുണ്ട്. എങ്ങനെ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇതുപോലത്തെ കിറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലത്തെ കിറ്റാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ആക്കി വെച്ചിട്ടുണ്ടാവും. ഇതാ 350 രൂപയുടെ കിറ്റാണ്, അതിൽ ബാലൻസ് ഉള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് 550 രൂപയുടെ കിറ്റ്. 550 രൂപയുടെ കിറ്റ് അതാണ്. അപ്പോൾ അതുപോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് പാക്കിങ് പറ്റും. എന്നാലും പെട്ടെന്ന് വെച്ചാൽ എന്തായാലും ഒരു 1/4 മണിക്കൂർ എന്തായാലും അതിന് വരും, 10-15 മിനിറ്റ് എന്തായാലും വരും. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് നിങ്ങൾ എന്തെന്ന് അയക്കാത്ത ഓരോരുത്തർ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. ചില ആൾക്കാർക്ക് നല്ല റെസ്പോൺസാണ് തരാറുള്ളത്. എല്ലാം നിങ്ങൾ ഫ്രീ ആണെന്നനുസരിച്ച് നാളെ സാവധാനത്തിൽ അയച്ചു തന്നാൽ മതി. ചില ആൾക്ക് തിരക്കുണ്ടായിരിക്കും, ഓർഡർ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് വിട്ടവരുടെ ലിസ്റ്റ്. അപ്പോൾ അങ്ങനെ പാക്കാക്കിയതിന് ശേഷം ഞാൻ കമ്പ്യൂട്ടറിൽ, അതായത് ഹെഡ് ഓഫീസ് കൊടുക്കുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ആഡ് ആക്കണം. അതായത് നിങ്ങളെ പേര്, അഡ്രസ്സ്, പിൻകോഡ്, പോസ്റ്റ്, ഡിസ്ട്രിക്റ്റ്, വിളിച്ചാൽ കിട്ടുന്ന നമ്പർ, ഇതെല്ലാം ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ഞാനിത് ഇമെയിൽ അയച്ചു കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇതുകൊണ്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇമെയിൽ അയക്കാൻ പഠിച്ചു, പോസ്റ്റ് ഓഫീസിൽ അയക്കുന്നതുകൊണ്ട്. അങ്ങനെ ഇമെയിൽ അയച്ചു കൊടുക്കണം. അപ്പോൾ അയച്ചിട്ടാണ് നമ്മൾ ഹസ്ബൻഡാണ് കൊണ്ടുപോയി കൊടുക്കുക. ഞാനിവിടുന്ന് ഇമെയിൽ അയച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ നിങ്ങളെ പാർസലിൽ നോക്കിയിട്ടാണ് ഞാൻ കമ്പ്യൂട്ടറിൽ ആഡ് ആക്കുന്നത്. ഒരു 1 ബൈ ആയി ഇങ്ങനെ ആക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് ആർക്കൊക്കെ അയച്ചിട്ടുള്ളതെന്നുള്ള വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. ഇതിലൊന്ന് പാർസൽ അയച്ചതാണ് കേട്ടോ. അതായത് 20-ാം തീയതി പാർസൽ അയച്ചതാണ്. ബിസ്മിത എം, കൊല്ലം, സജീന ജോസ് ട്രിവാൻഡ്രം, ശ്വേത കാസർഗോഡ്, നുസൈബ കോഴിക്കോട്, പിന്നെ അജീഷ, ബീഗം ഹൈറ, പിന്നെ റാഫിയത്ത്, അബ്ദുൽ ഖാദർ. ഇതിലൊക്കെ സ്ഥലം ഞാനൊക്കെ കാണിച്ചു തരുന്നുണ്ട്, അത് നോക്കിക്കോളൂ. എനിക്കെല്ലാം പറയാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഇതിൽ ആന്ധ്രാപ്രദേശിലേക്കുണ്ട്, ലക്ഷദ്വീപിലേക്ക് ഹാജറ ലക്ഷദ്വീപ്, പിന്നെ ഏതാപ്പോൾ സൽമാൻ ഫാരിസാണ് ആന്ധ്രാപ്രദേശ് കേട്ടോ. ഇതാണ് ഇത്രയും ആൾക്കാരതാണ്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കി നോക്കൂ, നിങ്ങളത് പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കിയറിയാം. പരമാവധി പറ്റുന്ന ആൾക്കാരതൊക്കെ ഞാനിതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. 22 ദിവസം, അതായത് മിനിഞ്ഞാന്ന് കുറച്ച് ആൾക്കാരത്, കിറ്റല്ലാത്ത ആൾക്കാരതൊക്കെ മിനിഞ്ഞാന്ന് പാക്കാക്കിയത്. ഇന്നലെ ഇരുന്ന് പാക്കാക്കിയിട്ടുള്ളതാണ് കേട്ടോ. രാത്രി 12 മണിയോളം ഇരുന്ന് പാക്കാക്കിയിട്ടുള്ളതാണ്. രാവിലെ എനിക്ക് പാക്കാക്കാൻ പറ്റില്ല. ഇപ്പോൾ സമയം ഇതാണ് ഇവിടെ 10:45. ഈ ടൈം ആയപ്പോഴത്തേന് ഞാൻ 10 മണിക്ക് ഇതിമൊക്കെ ഇരുന്നതാണ്. 10:00 മുന്നേ ഇരുന്നിട്ടുണ്ട്, 9:45 ഇരുന്നിട്ടുള്ളതാണ്. എന്നിട്ടാണ് ഞാൻ അത് പോസ്റ്റ് ഓഫീസിലേക്ക് ഇത്രയും ആഡ് ആക്കിയതിന് ശേഷം ഇമെയിൽ അയച്ചു കൊടുക്കണം. ഇതിപ്പോൾ സെൻഡാക്കും. നിങ്ങളതൊക്കെ
ഹെഡ് ഓഫീസിലാണ് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞതൊക്കെ എല്ലാവരുടെ പേരും എനിക്ക് പറയാൻ വയ്യ. ഷൈനീൻ്റെ ഉണ്ട്, നസ്രിയ, നവീൻ, പ്രകാശ്, റിസ്വാന, താഹിർ, അയ്യൂബ്, ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ വായിക്കാൻ അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഉള്ളതാണ്. പിന്നെ മാഹിയിൽ ഫാത്തിമ ടിക്കെ അവളുതുണ്ട്. അങ്ങനെ ഏകദേശം 24 പേരുതുണ്ട്. പിന്നെ 2 ഗോകുല സ്പീഡ് ആൻഡ് സേഫ് വഴി ഉണ്ട്, അത് ജസീനാൻ്റെ ഉണ്ട്. പിന്നെ ഒരു വേറെ ടീം, അത് അവരുടെ പേര് എനിക്ക് ഓർമ്മല്ല അത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് പോയിട്ടുള്ളവരെ ലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് ടൈം എടുക്കുന്നത് എന്താ വെച്ചാൽ ഇതാ, നിങ്ങൾക്കിത് സേഫായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഇത് പേക്കാക്കിയതിന് ശേഷം, എൻ്റെ പാക്കിങ് എല്ലാവർക്കും അറിയാമായിരിക്കും. സാധാ ബീഡ്സ് എത്ര ഗ്രാമാന്ന് ഇട്ടതിന് ശേഷം വേറൊരു കവറിലോട്ട് മാറ്റും. കാരണം ബീഡ്സ് പൊട്ടിപ്പോവും. എനിക്ക് തന്നെ പൊട്ടിയിട്ടാണ് വരുന്നത്, നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ പൊട്ടിപ്പോവും. അതുകൊണ്ട് വേറെ കവറിലോട്ട് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ പാക്കിംഗ് കവറിൽ ഇട്ടിട്ട് ഇതുപോലെ ഫുള്ളായിട്ടില്ലെങ്കിലും ബണ്ണൊന്നും ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ലെങ്കിലും അല്ലാത്തതൊക്കെ ഇതുപോലെ ഫുള്ളായിട്ട് ഏകദേശം കവറാക്കി. അപ്പോൾ അതിനൊക്കെ ടൈം എടുക്കും. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണം, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്ത്. കണ്ടാലിത് ചെറിയ പാക്കറ്റാണ് പറഞ്ഞിട്ട് കാര്യമില്ല, 500-600 രൂപയുടെയൊക്കെ സാധനമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്തുമ്പോഴത്തേനും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകരുതല്ലോ. ആകെ അൽക്കുൽക്കായിട്ട് വരുമ്പോൾ എനിക്ക് തന്നെ ഭ്രാന്തടിക്കും പാക്കറ്റ് പൊട്ടി വരുമ്പോൾ. അപ്പോൾ പിന്നെ നിങ്ങളെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടോ ഇതൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഫുള്ള് ബീഡ്സാണ്. ഇത് 1.5 kg ബീഡ്സാണ് ഇത് ഫുള്ള്. അപ്പോൾ അതൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഇതായിരുന്നല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ആരും ഇതെന്താ എത്ര ടൈം എടുക്കുന്നതെന്ന് കരുതരുത്. പിന്നെ വേറെ കാര്യം പറയാമല്ലോ, ഞാൻ വീഡിയോ ചെയ്യട്ടെ. ഇതൊന്ന് കവറിലോട്ടാക്കിയിട്ട്, അതായത് ആക്കിയിട്ട് അയച്ചു കൊടുക്കട്ടെ.